ഹലോ ഡേയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എനിക്കിൻ്റെ വിശേഷം സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കുമല്ലേ വന്നത്. കുറേ അധികം ആളുകൾ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, എന്നാണ് ആപ്റ്റ് ആയിട്ടുള്ളൊരു സമയം യു എയിലേക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് ജോബ് കിട്ടാനുള്ളത്. അപ്പോൾ അതാ ഈ സമയം വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ബ്രിട്ടീഷ് കരിക്കുലവും അമേരിക്കൻ കരിക്കുലം സ്കൂളിലൊക്കെ ഇയർ എൻഡ് ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളിൽ എടുക്കുമെന്ന് വെച്ചോ. ഇപ്പോൾ എൻ്റെ സ്കൂളിൽ എടുക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ എൻഡ് ആകുമ്പോഴേക്കും തന്നെ മോക്ക് എക്സാംസ്, പ്രാക്ടിക്കലിൻ്റെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ജൂൺ 1 ഒക്കെ ആകുമ്പോഴേക്കും മെയിൻ ആയിട്ടുള്ള എക്സാമും പ്രാക്ടിക്കൽസും കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ഹയറിങ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ചെറിയ ക്ലാസ്സിലുള്ള 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും പ്രാക്ടിക്കൽ എക്സാംസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയാണ്, പ്രാക്ടിക്കൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം റെഡി ആയിട്ടുണ്ടാവും. മാത്രമല്ല കുറേ അധികം ടീച്ചേഴ്സ് ഇപ്പോൾ ഈ സമയത്ത് റിസൈൻ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ റിസൈൻ ഇട്ടിട്ട് ഇപ്പോൾ പ്രൊബേഷൻ കഴിഞ്ഞാലാണെങ്കിൽ റിസൈൻ ഇട്ടിട്ട് നോട്ടീസ് പീരീഡും കൂടി കവർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ സാലറി കൂടി അവർക്ക് കിട്ടും. സോ ഈ ഒരു സമയത്ത് റിസിഗ്നേഷൻ കൂടുതലായിരിക്കും ഉണ്ടാവുക. പിന്നെ മാത്രമല്ല ചിലരൊക്കെ വെക്കേഷന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരണം എന്നില്ല. അങ്ങനെയുള്ളത് കൊണ്ടിട്ട് ഒരു ബാക്കപ്പ് പ്ലാൻ എന്നുള്ള രീതിയിൽ HR എല്ലാ ഒരു വേക്കൻസീസ് ഇല്ലെങ്കിൽ പോലും എല്ലാ പൊസിഷനിലേക്കും ഹയർ ചെയ്ത് വെക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വോക്ക് ഇൻ ഇൻ്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേ അല്ലേ. അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിലിട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ 2 വോക്ക് ഇൻ ഇൻ്റർവ്യൂസിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് ടാലൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോബ് കിട്ടാനും നല്ല ചാൻസ് ഉണ്ട്. കുറേ അധികം ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വോക്ക് ഇൻ ഇൻ്റർവ്യൂസിന് എത്രത്തോളം പ്രസക്തി ഉണ്ട്, അത് ശരിയാണോ ഓക്കെ ആണോ എന്നൊക്കെ ഉള്ളത്. ഡിപ്പെൻസ്. ഓക്കെ, കാരണം 1-2 പൊസിഷനിൽ വേണ്ടിയിട്ടാണ് അവർ എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് അപ്പോൾ കുറഞ്ഞല്ലോ. ആളുകളുടെ എണ്ണം കൂടുതലും 2 പൊസിഷൻ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഈസ് വെരി ലെസ്. പക്ഷേ നമ്മളാണെങ്കിലും ആ 2 പേരിൽ ഒരാൾ, അപ്പോൾ ടാലൻറ്റും അതുപോലെ അവരുടെ ആ ഒരു അവർക്ക് വേണ്ട രീതിയിലുള്ള ആളാണോ, അത് ഡിപ്പെൻസ് അപ്പോൺ സ്കൂളാണ് കേട്ടോ. ഓരോ സ്കൂളിലേക്കും അവർ ഹയർ ചെയ്യാൻ വേണ്ടി അവർ വയ്ക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടും. അതുകൊണ്ട് മിസ്സാക്കരുത്, എല്ലാം പോയി അറ്റൻഡ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറ്റുന്നതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇയർ എൻഡ് ആയതുകൊണ്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക, സെൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ, മാർക്കിംഗ് സ്കീം, അങ്ങനെ ഒത്തിരി അധികം പണികൾ ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ ഡെയിലി ഇടാത്തത്. പക്ഷേ വൺസ് ഇൻ എ വൈൽ ഞാൻ ഇടുന്നുണ്ട്. ഓൾ ടുഗെദർ ആയിട്ട് തന്നെ അങ്ങ് ഇടുന്നുണ്ട്. കാണുന്നതെല്ലാം ലിങ്കണിൽ ഇപ്പോൾ ഞാനും ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ അപ്ഡേറ്റ്സും ബെറ്റർ ജോബിലേക്ക് വേണ്ടിയിട്ടും ഒക്കെ നോക്കുന്നുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് പാടാണ് കിട്ടാനായിട്ട്. വർക്ക് ചെയ്യാതെ ഇരിക്കുന്നവർക്കാണ് പെട്ടെന്ന് കോൾസ് വരിക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എല്ലാ ലിങ്കഡിൽ കയറിയിട്ട് എല്ലായിടത്തും നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കുക. HR സ്കൂളുകളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വേക്കൻസി ഉണ്ടോ എന്ന് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റുക. പിന്നെ വേറെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ടെസ്സിൻ്റെ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടല്ലോ. ടെസ് വളരെ നല്ലൊരു സൈറ്റാണ്. അപ്പോൾ ടെസ്സിൽ കയറിയിട്ട് നമുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുറേ അധികം അയക്കാനായിട്ട് പറ്റും. മിനിസ്ട്രിയുടെ നിങ്ങൾ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള കുറേ അധികം ദുബായ് കരിയേഴ്സ് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. ദുബായ് കരിയേഴ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ മാക്സിമം അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ HR ഇമെയിൽ IDs ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, അത് പോയി കണ്ടു നോക്കുക. അതിൽ കുറേ HR മെയിൽസ് IDs ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് നമുക്ക് അയച്ചു നോക്കാം. മെയിനായിട്ടും ബ്രിട്ടീഷിലും അമേരിക്കനിലുമാണ് ഇപ്പോൾ ഹയറിംഗ് നടക്കുക. മാത്രമല്ല CBSEയിലും ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അവധിയാണ് വരുന്നത്. ജൂലൈ ഓഗസ്റ്റ് ഇവിടുത്തെ വെക്കേഷനാണ്. വെക്കേഷൻ കഴിഞ്ഞ് ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ അവർക്ക് എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇഷ്ടംപോലെ ഹയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിൽ പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്ത് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. കൂടുതൽ ഓപ്പണിങ്സ് കിട്ടും, കൂടുതൽ ഇൻ്റർവ്യൂസ് കിട്ടും. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ടൈം. ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് ഒരു പീക്ക് ടൈം വരുന്നത്. ബെസ്റ്റ് ആയിട്ടുള്ളൊരു പീക്ക് ടൈം ഇത് തന്നെയാണ് കിട്ടുന്നത്. മാക്സിമം അപ്ലൈ ചെയ്ത് നോക്കുക.
പിന്നെ നല്ല സാലറിയുള്ള സ്കൂളിലേക്കൊക്കെ കിട്ടാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി അങ്ങനെ കിട്ടിയില്ല, നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി, പക്ഷേ ഒരു 3500 ഒക്കെ സാലറി വരുന്നുള്ളൂ, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഒരു ബെറ്ററാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് കയറുമ്പോൾ ബെറ്റർ നോക്കാം. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് കിട്ടാനാണ് ഇവിടെ പാട് വരിക. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്നതിൽ നമുക്ക് ജോയിൻ ചെയ്ത് നോക്കുക ആപ്റ്റ് ആണെങ്കിൽ, എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പഠിക്കും. കാരണം ഇത് നാട്ടിലെ ഒരു ടീച്ചിങ് സ്റ്റൈലേ അല്ലല്ലോ ഇവിടെ ഉള്ളത്. പിന്നെ കുറേ അധികം ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെസൺ പ്ലാൻ ഡിജിറ്റൽ തന്നെ വേണമെന്ന്. യെസ്, ഡിജിറ്റൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യാം. ഞാനൊരു 5 ഇയേഴ്സിന് മുകളിലായി ഇവിടെ വന്നിട്ട്. എന്നിട്ട് എന്താണ് പറയുക, നമ്മൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല റൈറ്റ് ചെയ്യുന്ന ഒരു ലെസൺ പ്ലാൻ. എപ്പോഴും ഡിജിറ്റൽ തന്നെയാണ്. ലെസൺ പ്ലാൻ ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് എങ്ങനെയാണ് ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ പ്ലസ് എന്താണ് PPT, ലെസൺ പ്ലാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു PPT വേണം. PPTക്കും വരുന്ന ഓരോ സ്റ്റെപ്പുകളുണ്ടല്ലോ, ഒബ്ജക്റ്റീവ്സും സക്സസ് ക്രൈറ്റീരിയയും UAE ലിങ്കും, അതുപോലെ ടിംസ് ആൻഡ് പേൾസ് പോലെയുള്ള ഇന്റർനാഷണൽ ലെവൽ എക്സാംസ് എങ്ങനെ ലിങ്ക് ചെയ്യാം, മെയിൻ ആക്ടിവിറ്റീസ് വിത്ത് ഡിഫറൻസിയേഷൻ, സെന്റിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം, ഇതെല്ലാം ഞാൻ എല്ലാം വെച്ചിട്ട് വീഡിയോ സെപ്പറേറ്റ്ലി ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ബെനഫിഷ്യൽ ആയിരിക്കും. ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ബെനഫിഷ്യൽ ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടൊന്ന് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. പക്ഷെ വോക്കിൻ ഇൻ്റർവ്യൂസിൽ എപ്പോഴും സാധാരണ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, HR ഉണ്ടാവും. ഇവർ ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരിക്കും നടത്തുക. അപ്പോൾ മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കറിയാലോ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ചോദിക്കും. അപ്പോൾ മാക്സിമം തന്നെ നമ്മുടെ ഡ്രീം ഇതാണ്, പാഷൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക നമ്മൾ എന്താണ് എന്നുള്ളത്, നമ്മുടെ എഡ്യൂക്കേഷൻ എന്താണ്, നമ്മളത് എങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുക. യുണീക്കായിട്ട് പറയാനായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ ശ്രമിക്കുക. പിന്നെ എന്തുകൊണ്ട് നിങ്ങളെ ഹയർ ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാം എന്താണ് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് നിങ്ങൾക്ക് പറയാം, നമ്മളിത് നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ എല്ലാ ലെസണിലും ഒരു ചെറിയ പ്രാക്ടിക്കൽ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. സോ കുട്ടികൾ ആ ഒരു പ്രാക്ടിക്കൽ സ്കില്ലും കൂടി ഇമ്പ്രൂവ് ചെയ്യും. ഇങ്ങനെയുള്ള ഓരോ പോയിന്റ്സ് ഉണ്ടല്ലോ, അത് പറയാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഇത്രയും ആളുകൾ വരുന്നതെന്ന് നമ്മളെ ഒന്ന് വേറിട്ട് നിർത്തണം എന്ന് നമുക്ക് മനസ്സിൽ തോന്നിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അത് നിങ്ങൾ പറയാം, സ്പെഷ്യൽ ആയിട്ടുള്ളത് പറയാം. പിന്നെ ലാംഗ്വേജിൻ്റെ സ്കിൽസ്, അത് എല്ലാവർക്കും അത്രയ്ക്ക് വലിയ അടിപൊളി സ്കില്ലൊന്നും വേണമെന്നില്ല. അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് മതിയായിരിക്കും സ്പെഷ്യലിസ്റ്റിന്. പക്ഷേ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് ഭയങ്കര പാടാണ് ഇവിടെ UAE. കാരണം ഓൾറെഡി നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് പ്രൊനൗൺസിയേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നോർത്ത് ഇന്ത്യൻസിനെയാണ് കൂടുതലും പ്രിഫർ ചെയ്ത് കണ്ടിരിക്കുക. പിന്നെ ഇന്ത്യൻ ടീച്ചേഴ്സ്, ഇംഗ്ലീഷ് ടീച്ചേഴ്സ് വരുന്നത് സാധാരണ CBSE സ്കൂൾസിൽ തന്നെയാണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമൽ സ്കൂളിലൊക്കെ കാണാറുണ്ട്. എന്നാലും അത്രയൊക്കെ തന്നെയുള്ളൂ. ബ്രിട്ടീഷ് കരിക്കുലം ആണെങ്കിൽ ഓഫ് കോഴ്സ് നേറ്റീവ്സിനെ അവർ എടുക്കുള്ളൂ, നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറിനെ എടുക്കുള്ളൂ. അമേരിക്കനിലും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നേറ്റീവ്സിനെ തന്നെയാണ് എടുക്കുക. പക്ഷേ ഇതൊക്കെ റെയർ കേസസ് ഉണ്ട്, അവർ ഇന്ത്യൻസിനെയും മലയാളീസിനെയും ഒക്കെ എടുക്കുന്നത്. എന്നാലും മോസ്റ്റ്ലി ഒരു എന്താ പറയുക 85% നേറ്റീവ്സ് തന്നെയായിരിക്കും അമേരിക്കനിലും ബ്രിട്ടീഷിലും ഉണ്ടാവുക എന്നാണ് ഞാൻ കണ്ടതിൽ നിന്ന് വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ സ്പെഷ്യലിസ്റ്റ്, ഈ സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് അതർ സബ്ജക്റ്റിൻ്റെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് മാത്രം മതിയായിരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, സയൻസ് ടേംസ് ഒക്കെ ഉണ്ടല്ലോ, ടേംസിൻ്റെ പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ട് പോവാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ കുറച്ച് ആ പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റായിട്ട് ഇരുന്നാൽ മതി. പിന്നെ കുട്ടികളോട് എങ്ങനെ ഡീൽ ചെയ്യും, നല്ല സ്നേഹത്തിലൊക്കെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ട് പോവാം. പെഡഗോജി ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടാവും. പെഡഗോജി ആണ് ബ്രിട്ടീഷ് കരിക്കുലം അമേരിക്കൻ കരിക്കുലത്തിലൊക്കെ കൂടുതൽ ചോദിക്കുക. നമ്മുടെ സയൻസ് സബ്ജക്റ്റ് നോളജ് നമുക്ക് ഓൾറെഡി ഉണ്ടെന്ന് അവർക്കറിയാം. കാരണം ഞാനിപ്പോൾ ഒരു MSc സ്പേസ് സയൻസ് കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായിട്ട് അവർ വിചാരിക്കും ഓക്കെ ചെറിയ ക്ലാസ്സിലാണെങ്കിലും ഇപ്പോൾ 10th 12th പഠിപ്പിക്കാനാണെങ്കിലും നോളജ് ഉണ്ട്. പക്ഷെ എങ്ങനെ അത് ആപ്ലിക്കബിൾ ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയാണെന്നുള്ളതാണ് അവർ നോക്കുക. പെഡഗോജിയാണ് കൂടുതൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. പിന്നെ കുറേ അധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു TLSൻ്റെ കാര്യം. TLS ഇപ്പോൾ വേണ്ട കേട്ടോ. അപ്പം ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. TLS എന്നൊക്കെ പറയുന്നത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം മതി. അത് പെഡഗോജിയും സ്പെഷ്യലൈസേഷനും വരുന്ന ഒരു ടെസ്റ്റാണ്. അത് നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ കയറിയതിന് ശേഷം മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ പ്രിൻസിപ്പൽ അപ്രൂവ് ചെയ്ത് തരുമ്പോഴാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എമിറേറ്റ്സ് ID
എന്താണ് അങ്ങനെയുള്ളതൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിലില്ലേ എന്നുള്ളത് മാത്രമേ ഉള്ളൊരു ക്വസ്റ്റ്യൻ. അത് ഇപ്പോൾ കുറേ അധികം സ്കൂളിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ പേരുടെ കമൻസിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് പേഴ്സണലി എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയിട്ട്. ഇതുവരെ ഇപ്പോൾ ലാസ്റ്റ് ഇയറൊക്കെ വരെ ഞാൻ കണ്ടിട്ടുള്ളത് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ അംഗീകരിക്കാത്തതാണ്. ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ അംഗീകരിക്കുക എന്ന് പറയുന്നത് അവരുടെ യൂണിവേഴ്സിറ്റി ജെനുവൻസി കൊടുക്കുകയാണെങ്കിൽ അംഗീകരിക്കും. ഓക്കെ, ഞാൻ അങ്ങനെയാണ് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കുക, ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ജെനുവൻസി കിട്ടുന്നുള്ള സ്കൂളുകൾ തിരഞ്ഞെടുത്ത് പോവാം. PGCയുടെ കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PGC പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഒരു സുരാസ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റുണ്ട്, അവിടെ കയറി നോക്കുക. ടെസ്സിൽ തന്നെ കുറേ അധികം ഇൻ്റർനാഷണൽ ലെവലിലുള്ള PGCs ഒക്കെ അവൈലബിൾ ആണ്. PGCEI അവൈലബിൾ ആണ്. ഏതെങ്കിലും അപ്രൂവ്ഡ് ആയിട്ടുള്ള UK സ്പെഷ്യലൈസേഷൻ ആണ് PGCE B.Edന് പകരമുള്ള. അപ്പോൾ അതിൽ ഏതെങ്കിലും എടുത്താൽ മതി. ഇവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ എല്ലാം അക്സെപ്റ്റബിൾ ആണ്. സോ അതെടുത്താൽ മാത്രം മതി. പിന്നെ ഡിഗ്രിയാണ് റെഗുലർ ആവണമെന്ന് മാത്രം ഉള്ളത്. അതും ഇപ്പോൾ ഡിസ്റ്റൻറ്റ് അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ജെനുവൻസി കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നല്ല സമയം ഇവിടെ വരാനും അപ്ലൈ ചെയ്യാനും എടുക്കാനും ഒക്കെയുള്ള അടിപൊളി സമയമാണ്. പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നമ്മുടെ യൂണിഫോം രീതിയിൽ, അതായത് നമ്മുടെ ഒരു ഒഫീഷ്യൽ വെയർ ഇട്ടിട്ട് തന്നെ പോവാം. പിന്നെ നല്ലൊരു ഫയലിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും ഒക്കെ റെഡിയാക്കിയിട്ട് പോവാം. CV അടിപൊളിയായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇതൊക്കെയാണ്, കവർ ലെറ്റേഴ്സ് ഉണ്ടാവണം. ഇതൊക്കെയാണ് മെയിനായിട്ട്. CV-നെ പറ്റിയിട്ടും കവർ ലെറ്ററിനെ പറ്റി ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന എന്താണ് CV നിന്നും കുറച്ചും കൂടി അടിപൊളിയാക്കി ഞാൻ ഉണ്ടാക്കി. എൻ്റെ സ്വന്തം CV ഉണ്ടാക്കി. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. അതൊക്കെ തന്നെ മോഡൽ, പക്ഷേ കുറച്ചും കൂടി അടിപൊളിയാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ അടുത്തുള്ളൊരു കഫേയിൽ കൊടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ആപ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ CV നമ്മുടെ കോണ്ടന്റ് നമ്മൾ കൊടുത്തു, നമ്മൾ ഉണ്ടാക്കിയ ഒരു CVയുടെ കോണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ അവർ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. അതൊരു നല്ല ഇതാണെന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടി നല്ലൊരു പ്രൊഫഷണൽ കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോയും സ്മൈൽ ചെയ്യുന്നൊരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു സമയത്ത് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. എൻ്റെ പ്രേയേഴ്സ് എല്ലാവരുടെ കൂടി ഉണ്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. മാത്രമല്ല നമ്മുടെ ഈ വീഡിയോ അധികം റീച്ചൊന്നും കിട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് പേരെ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മടി പിടിച്ചിരുന്നതും. പിന്നെ ആ കിട്ടുന്നവർക്ക് ഓഫ് കോഴ്സ് അവർക്ക് ഉപകാരപ്രദമാവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അപ്പം ഇനിയിപ്പം എനിക്ക് നാളെ ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പോകുന്നതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നത്. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനും, അതായത് ഈ ഒരു ഫീൽഡിലുള്ള ഫ്രണ്ട്സിന് കേട്ടോ, ടീച്ചർ ആവാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം അയച്ചു കൊടുത്താൽ മതി. അവർക്ക് കുറച്ച് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് തന്നെ വന്ന് എല്ലായിടത്തും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ 2 ഇൻ്റർവ്യൂസ് ചിലർ പോയിട്ടുണ്ടാവും, ചിലർക്ക് മിസ്സായിട്ടുണ്ടാവും. സാരമില്ല, ഇനിയും ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്, വോക്ക്-ഇൻ ഇൻ്റർവ്യൂസ്. അപ്പോൾ കുറേ സ്കൂളിലൊക്കെ ഞാൻ കണ്ടു ഇങ്ങനെ എനി ടൈം വരാവുന്ന ഇൻ്റർവ്യൂസ് ഉണ്ട്. 1 വീക്കിലേക്കൊക്കെ വെച്ചിട്ടുണ്ട്. എനി ടൈം നമുക്ക് അവിടെ വോക്ക്-ഇൻ ചെയ്യാം, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം, തിരിച്ചു പോരാം. അങ്ങനെയുള്ള രീതിയിൽ ഭാഗ്യമുണ്ടെങ്കിൽ ജോബ് കിട്ടുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ലിങ്ക്ഡിനിൽ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് എല്ലാ ന്യൂസസും അപ്പം അറിയാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്കറിയുന്ന ന്യൂസ് വാട്സപ്പിൽ ഷെയർ ചെയ്യും, മറക്കണ്ട. മറ്റ് വീഡിയോസിൻ്റെ അണ്ടറിൽ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ടൊന്ന് കണ്ട് വാട്സപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു അപ്ഡേഷൻസ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ശരി, ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ.